ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ന്യൂസ് കുട്ടി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഫുൾ മാരേജിൻ്റെയൊക്കെ ഫുൾ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഒരു സ്റ്റേക്കേഷന് വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ വിത്ത് അവർ ന്യൂലി മാരീഡ് കപ്പിൾസ് ആണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇവിടെ പനിയൊക്കെ പിടിച്ച് ഫുൾ ഷോക അവസ്ഥയാണ് കേട്ടോ. എങ്കിലും സാരമില്ല, ഇവരെയൊക്കെ ആയിട്ട് ട്രിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു വേറെ വൈബ് തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു പനിയായിട്ട് ഞാൻ ഈ ഒരു ട്രിപ്പ് മിസ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നേരെ മാമിയുടെ വീട്ടിൽ വന്നു. ഇവിടെ നിന്നാട്ടോ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ചോറും മീൻ കറിയും തോരനും വിഴുക്കും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിച്ചിട്ട് കാണാം കേട്ടോ. എൻ്റെ ത്രോട്ട് ഫുൾ ഇൻഫെക്ഷൻ ആയിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു തരി പോലും എരി എനിക്ക് പറ്റുന്നില്ലായിരുന്നു. നല്ല വേദനയും എരിയാണെങ്കിൽ സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ വേഗം തന്നെ പിന്നെ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇവിടെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഇവിടെ നല്ല എരിവുണ്ടെന്ന് പറഞ്ഞതിന്. അതിനുശേഷം പിന്നെ ഞങ്ങളത് എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും റെഡിയായി ഇറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ അമ്മും റിസ്വാനും ഓൺ ദ വേ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മാമ വഴിയിൽ നിന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. ടഡാൻ, ഹിയർ വി ഗോ. അപ്പോൾ ഇവിടെ എല്ലാവരും സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക കേട്ടോ. കണ്ടില്ലേ. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് പൂവാറിലെ ഓഷ്യൻ ക്യൂൺ റിസോർട്ടിലാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പൂവാർ റിസോർട്ടിൽ പോകുന്നത് കേട്ടോ. നമ്മൾ പൂവാർ ബീച്ചിലായിരുന്നു രംഗോലിയൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ പിന്നെ ഇവരുടെ കൂടെ പോകുമ്പോൾ നമ്മൾ ഈ തള്ള വൈബൊക്കെ മാറ്റി ഇവരുടെ ആ ഒരു വൈബ് പൂക്കി വൈബൊക്കെ ആക്കണം കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും അവിടെ പ്ലാൻ ചെയ്യാൻ റീൽസും അങ്ങനത്തെയൊക്കെ കുറച്ച് പ്ലാനിങ്ങിലാണ്. പിന്നെ വേറെ എന്തൊക്കെയോ ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ട്രിപ്പ് പോയി വന്നാലോ. ഒന്ന് വഴി തെറ്റിപ്പോയെങ്കിലും ഞങ്ങൾ കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഓഷ്യൻ ക്യൂൺ റിസോർട്ട് പൂവാർ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റൂമൊക്കെ നോക്കി പോവാണേ. ഇതായിരുന്നു ഒരു എൻട്രൻസ്, 2 എൻട്രൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇനി കാണാൻ പോകുന്നത് പൂളിലേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ അമ്മു ഇവിടെ ഫുൾ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് കണ്ട് ഫുൾ കാര്യമൊക്കെ പറഞ്ഞ് നടക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 2 സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കുള്ളത് കൊണ്ട് വലിയവർക്കുള്ളത് കൊണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി നടക്കുകയാണ്. പിന്നെ ഈ ഒരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. നേരെ കാണുന്നത് കടലാണ് കേട്ടോ. അപ്പോൾ കടലൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക. ഇവിടെ അടിപൊളിയായിരുന്നേ. പിന്നെ ഇവിടെ എല്ലാവരും അവരവരുടെ റൂമൊക്കെ നോക്കി നടക്കുക കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാനും ഇവിടെ നിൽക്കാനൊക്കെ. ഇപ്പം കേട്ടോ എല്ലാവരും ഒരുമിച്ച് കൂടിയത് കല്യാണത്തിന് ശേഷം. അങ്ങനെ റിസ്വാൻ്റെയിലും അമ്മൂൻ്റെയിലൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നിൽക്കാട്ടോ എല്ലാവരും. പിന്നെ ഞങ്ങൾ ഇവിടെ ബീച്ച് കണ്ടപ്പോഴേക്കും എല്ലാവർക്കും ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഡൈനിങ് സെക്ഷനൊക്കെ നോക്കുകയാണ്. ബീച്ച് വ്യൂ ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ റൂമൊക്കെ നോക്കാൻ വേണ്ടി വന്നായിരുന്നു. ഇവിടെ 5 റൂംസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ എല്ലാം മേളിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നോക്കിയില്ല. അവിടെയൊക്കെ ഗസ്റ്റുകളുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയി നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ആയിരുന്നു ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇനി കാണിക്കാൻ പോകുന്ന അമ്മൂൻ്റെയും റിസ്വാൻ്റെയും റൂമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള റൂം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ.
ദേ കണ്ടില്ലേ ഈ ഒരു പ്രൈവറ്റ് പൂളും അവരുടെ റൂമിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാമ അവർക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞെടുത്തതാണ് ഈ ഒരു റൂം. പിന്നെ ദേ അവർ കയറുന്നതിന് മുന്നേ ഞാൻ ദേ ഇവിടെ വന്ന് സ്ഥലം പിടിച്ചായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരെന്നെ ഓട്ടിച്ച് വിട്ടായിരുന്നു അവിടെ നിന്ന്. അതിനുശേഷം പിന്നെ ഞാൻ ദേ ഈ ഒരു പാർക്കിൽ വന്നിരിക്കുക കേട്ടോ. ദേ ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ എന്താ കടലൊക്കെ നോക്കിയിരിക്കുക, അടിപൊളി. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഇവരൊന്ന് ഫ്രീ ആയത്. പിന്നെ ദേ ഇവരുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവരൊക്കെ അവിടെ ദേ തകർത്ത് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും ഞാൻ ദേ ഇവിടെ ഊഞ്ഞാലാടാൻ വന്നിരിക്കുക കേട്ടോ. പിന്നെ എനിക്ക് ഊഞ്ഞാലാട്ടി തരുന്ന ആരെന്ന് കണ്ടില്ലേ, ഇതേ നമ്മുടെ ഇമ്മുക്കുട്ടനാട്ടോ. മാണ്ട 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 വേണ്ട പൊടിയോ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് നേരം അങ്ങനെ പോയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ ദേ ബീച്ച് സൈഡിലോട്ടൊന്ന് പോവാണേ. അപ്പോഴേക്കും ദേ ഇപ്പോഴേ ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നേ. ഇനിയും നമ്മൾ താമസിച്ചാൽ വെട്ടമൊക്കെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലേ. ഇവിടെ ഫുൾ റെഡ് സാൻഡ് ആയിരുന്നു കേട്ടോ. ദേ കണ്ടില്ലേ ഇവിടെ. അതിനുശേഷം ദേ ഇതിൽ നടക്കുമ്പോൾ നല്ല കാറ്റാട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഇവിടെ എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുകയാണ് കേട്ടോ. ഈ ഒരു ബീച്ച് കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ. അധികം ഇവിടെ ആരും കുളിക്കാനൊന്നും ഇറങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാണ് കേട്ടോ നിൽക്കുന്നതൊക്കെ. ദേ എല്ലാവരും ഒരു പർട്ടിക്കുലർ ഏരിയ കഴിഞ്ഞ് ആരും അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ദേ എല്ലാവരും ഫുൾ എൻജോയ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതേ വെള്ളത്തിലൊക്കെ കളിച്ച് നിൽക്കുകയാണ്. അത്യാവശ്യം വലിയ തിരകളാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ പേടിയുണ്ട്. ദേ തിരയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഓടി മാറുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ബീച്ചിൽ നിന്ന് കളിച്ചെല്ലാം കഴിഞ്ഞ് കയറിയപ്പോൾ തന്നെ ഒരു ടൈം ആയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നായിരുന്നു. അതെ, നമ്മുടെ വീഡിയോസ് ഇതുവരെയായിട്ടും ലൈക്കൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ. അപ്പോൾ ഇനിയാണ് അടിപൊളി ഒത്തിരി ഐറ്റംസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോസ് എല്ലാം നാളെ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രം മൈന്യൂസ് കുട്ടി ഫാമിലി. ഓക്കെ, ബൈ. നമ്മൾ ടീം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ കളിക്കായിരുന്നു. AK-47